നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കൺവല്യൂഷൻ ഇൻറ്റഗ്രൽ എന്താണെന്ന് പഠിച്ചു. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റത്തിൻ്റെ അനാലിസിസ് അതിൽ വരുന്ന കൺവല്യൂഷൻ ഇൻറ്റഗ്രൽ മെത്തേഡ് എന്താണെന്ന് പഠിച്ചു. അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കൺവല്യൂഷൻ ഓഫ് ദ ഫോളോയിങ് സിഗ്നൽസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഫൈൻഡ് ദ റെസ്പോൺസ് ഓഫ് ആൻ LTI സിസ്റ്റം വിത്ത് ഗിവൺ ഇൻപുട്ട് സിഗ്നൽസ് എക്സ് ഓഫ് ടി ആൻഡ് എച്ച് ഓഫ് ടി, ആ രീതിയിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇവിടെ ഡയറക്റ്റ്ലി ചോദിച്ചേക്കുവാണ് ഫൈൻഡ് ദ കൺവല്യൂഷൻ ഓഫ് ദ ഫോളോയിങ് സിഗ്നൽസ്. അപ്പോൾ ക്വസ്റ്റിനകത്ത് എക്സ് ഓഫ് ടി എച്ച് ഓഫ് ടി രണ്ട് സിഗ്നൽസ് ആണ് തന്നിട്ടുള്ളത്. ഈ ഇപ്പോൾ നമുക്ക് x1 ഓഫ് ടി x2 ഓഫ് ടി ആ രീതിയിലും ക്വസ്റ്റ്യൻസ് തരാം. ഇൻപുട്ട് സിഗ്നൽസിനെ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇവിടെ തന്നിരിക്കുന്നത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു e⁻⁻⁸ u ഓഫ് ടി ആൻഡ് എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു u ഓഫ് ടി. അപ്പോൾ നമുക്ക് കൺവല്യൂഷൻ ഇൻറ്റഗ്രൽ ഇക്വേഷൻ നമുക്കറിയാം. സോ കൺവല്യൂഷൻ ഡിറ്റർമിൻ ചെയ്യുകയെന്ന് പറഞ്ഞാൽ y ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി കൺവല്യൂട്ടഡ് വിത്ത് എച്ച് ഓഫ് ടി. ഇനി നമുക്ക് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതായത് ഫസ്റ്റ് സിഗ്നലിനെ എനിക്ക് എച്ച് ഓഫ് ടി ആയിട്ടും കൺസിഡർ ചെയ്യാം. സോ എച്ച് ഓഫ് ടി കൺവല്യൂഷൻ എക്സ് ഓഫ് ടി, ആ രീതിയിൽ നമുക്ക് ചില പ്രോബ്ലംസിൽ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടും കൺവല്യൂഷൻ ചെയ്യുന്ന കേസസ് വരാം. സോ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എവിടെയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ക്ലിയർ ആവും. സോ y ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി കൺവല്യൂട്ടഡ് വിത്ത് എച്ച് ഓഫ് ടി. ഇവിടെ ഞാൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, ഡയറക്റ്റ്ലി തന്നെ ചെയ്യുവാണ്. സോ ഇതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഇൻറ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ ഇൻറ്റു എച്ച് ഓഫ് ടി മൈനസ് ടോ ഡി ടോ. ഇതാണ് കൺവല്യൂഷൻ ഇൻറ്റഗ്രൽ ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ ഡയറക്റ്റ്ലി യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നില്ല, നമ്മളിത് ചെയ്യുന്നത് ഗ്രാഫിക്കൽ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ എല്ലാ പ്രോബ്ലംസും നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ച് എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. സോ നമ്മൾ ഇക്വേഷൻ ഫസ്റ്റ്ലി നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എഴുതി നോക്കുക. അപ്പോൾ ഈ ഇക്വേഷനകത്ത് നമുക്ക് രണ്ട് ടേംസ് ഉണ്ട്, ഒരു എക്സ് ഓഫ് ടോയും ഉണ്ട് എച്ച് ഓഫ് ടി മൈനസ് ടോ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്താണ് ഈ y ഓഫ് ടിയുടെ ആൻസർ കിട്ടുന്നത്. സോ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ച് നമ്മൾ എക്സ് ഓഫ് ടോ പ്ലോട്ട് ചെയ്യുക. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനിവിടെ സ്റ്റെപ്പ് വൈസാണ് ഇത് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സോ സ്റ്റെപ്പ് 1 പ്ലോട്ട് എക്സ് ഓഫ് ടോ. സോ നമ്മുടെ എയിം എന്ന് പറയുന്നത് എക്സ് ഓഫ് ടോ പ്ലോട്ട് ചെയ്യുക, എച്ച് ഓഫ് ടി മൈനസ് ടോ പ്ലോട്ട് ചെയ്യുക വിത്ത് ദ ഗിവൺ സിഗ്നൽ. നമ്മൾ തന്നിരിക്കുന്ന സിഗ്നൽ ഉപയോഗിച്ചിട്ട് ഈ രണ്ട് സിഗ്നൽസിനെ പ്ലോട്ട് ചെയ്യുക. അപ്പം എക്സ് ഓഫ് ടോ നമുക്ക് ഡയറക്റ്റ്ലി പ്ലോട്ട് ചെയ്യാം. സോ എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട് e⁻⁻⁸ u ഓഫ് ടി. സോ വാട്ട് ഈസ് എക്സ് ഓഫ് ടോ? സോ ടിക്ക് പകരം നമുക്ക് ടോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എക്സ് ഓഫ് ടോയുടെ വാല്യൂ കിട്ടും e⁻⁻⁸ u ഓഫ് ടോ. ഇനി ഈ സിഗ്നൽ പ്ലോട്ട് ചെയ്യുക. പ്ലോട്ട് ചെയ്യാൻ എളുപ്പമാണ്. സോ ആക്സിസ് വരച്ചു, ടോയ്ക്ക് വാല്യൂസ് കൊടുത്തിട്ടാണ് നമ്മൾ എക്സ് ഓഫ് ടോ പ്ലോട്ട് ചെയ്യുന്നത്. ഇത് 0 ആൻഡ് ദിസ് ഈസ് ടോ. ചില സിഗ്നൽസ് നമുക്ക് കാണുമ്പോൾ തന്നെ ഇതൊരു എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് സിഗ്നലാണ്. അപ്പോൾ ഏത് സിഗ്നൽ വന്നാലും നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ടോയ്ക്ക് ഇവിടെ ടോയാണ്, ടിയിലല്ല ടോയിലാണ്. സോ ടോയാണ് ഇവിടുത്തെ വേരിയബിൾ. സോ ടോയ്ക്ക് ഞാൻ 0 കൊടുക്കുകയാണ്. ടോയ്ക്ക് 0 കൊടുക്കുമ്പോൾ e⁻⁻⁸ u ഓഫ് 0. സോ നമുക്ക് u ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ അറിയാം. u ഓഫ് ടി ഇതാണ്. സോ ദിസ് ഈസ് u ഓഫ് ടി. സോ u ഓഫ് ടോ മീൻസ് ഇവിടെ ടോ വരും, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. സോ 0 മുതൽ ഇൻഫിനിറ്റി വരെ അതിൻ്റെ വാല്യൂ 1 ആണ്. സോ ഇവിടെ നമ്മൾ ടോയ്ക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ഓഫ് 0യിലുള്ള വാല്യൂ കിട്ടും e⁻⁻⁸ ഇൻറ്റു u ഓഫ് 0. u ഓഫ് 0 1 ആണ്, e⁻⁻⁸ 1 ആണ്. സോ അവർ ആൻസർ വിൽ ബി 1. സോ 0യിലുള്ള വാല്യൂ 1 ആയിരിക്കും. ദെൻ ഞാൻ അടുത്ത 1ലുള്ള വാല്യൂ കൊടുക്കുവാണ്. സോ നമുക്ക് എക്സ് ഓഫ് 1 കിട്ടും. എക്സ് ഓഫ് 1 ഈസ് e⁻⁻⁴ ഇൻറ്റു u ഓഫ് 1. u ഓഫ് 1 1 ആണ്. സോ e⁻⁻⁴ എന്ന് കിട്ടും. സിമിലർലി നമുക്ക് എക്സ് ഓഫ് 2 ഡിറ്റർമിൻ ചെയ്യാം. e⁻⁻²a ഇൻറ്റു u ഓഫ് 2. അത് e⁻⁻²a ആണ്. സോ e⁻⁻²a. സോ സിമിലർലി നമുക്ക് ടോയ്ക്ക് ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് e⁻⁻⁴ ഇൻറ്റു ഇൻഫിനിറ്റി ഇൻറ്റു u ഓഫ് ഇൻഫിനിറ്റി. u ഓഫ് ഇൻഫിനിറ്റിയുടെ വാല്യൂ 1 ആണ്. പക്ഷേ e⁻⁻⁴ ഇൻറ്റു ഇൻഫിനിറ്റി e⁻⁻⁴ വാല്യൂ 0 ആണ്. സോ e⁻⁻⁴ വാല്യൂ 0 ആണ്. സോ ടോയ്ക്ക് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ, അപ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വാല്യൂ 0യിലേക്ക് പോകുന്നു.
സോ നമുക്ക് ഈ ഒരു സിഗ്നലിൻ്റെ റൈറ്റ് സൈഡ് പ്ലോട്ട് ചെയ്യാം. 1ൽ നിന്നും എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്ത് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഒരു സിഗ്നലാണ്. ദെൻ നമുക്കിവിടെ ടോയുടെ നെഗറ്റീവ് വാല്യൂസ് കൂടെ നോക്കാം. ടോയ്ക്ക് നെഗറ്റീവ് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ടോയ്ക്ക് -1 കൊടുക്കാം. സോ എക്സ് ഓഫ് -1 നെഗറ്റീവ് വാല്യൂസ് കൊടുക്കുമ്പോൾ e raised to -a into -1. സോ നമുക്ക് എക്സ് ഓഫ് -1 വാല്യൂ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ e raised to -a into -1 u of -1. So u of -1 means that is a 0 value. So uവിൻ്റെ നെഗറ്റീവ് വാല്യൂസ് എല്ലാം 0 ആണ്. സോ നമുക്ക് ഈ ഒരു സിഗ്നൽ ഇവിടെ 0 ആയിട്ടേ കിട്ടൂ. സോ എക്സ് ഓഫ് -1 -2 എല്ലാ വാല്യൂസും 0 ആയിരിക്കും. സോ നമ്മുടെ ഗ്രാഫ് ഇതാണ്, ഒരു എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ഗ്രാഫാണ്. 0യിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും, ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അത് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഒരു എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് സിഗ്നലാണ് നമ്മുടെ എക്സ് ഓഫ് ടോ. സോ ഈ രീതിയിൽ നമുക്ക് എക്സ് ഓഫ് ടോ പ്ലോട്ട് ചെയ്യാം ഈസി ആയിട്ട്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ്ലി കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് എക്സ് ഓഫ് ടോ പ്ലോട്ട് ചെയ്യാം. ദെൻ നമുക്ക് അടുത്ത പ്ലോട്ട് ചെയ്യേണ്ട സിഗ്നൽ എന്താണെന്ന് നോക്കുക. നമ്മുടെ ഇക്വേഷനകത്ത് അടുത്ത ടേം എന്ന് പറയുന്നത് എച്ച് ഓഫ് ടി മൈനസ് ടോ ആണ്. ഇത് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് 1-2 സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് പ്ലോട്ട് ചെയ്യുന്നത്. സോ ഞാൻ എച്ച് ഓഫ് ടി മൈനസ് ടോ പ്ലോട്ട് ചെയ്യാൻ ഫസ്റ്റിലെ പ്ലോട്ട് ചെയ്യുന്നത് എച്ച് ഓഫ് ടോ ആണ്. സോ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ പ്ലോട്ട് എച്ച് ഓഫ് ടോ, എച്ച് ഓഫ് ടി അല്ല, പ്ലോട്ട് എച്ച് ഓഫ് ടോ. എല്ലാ പ്രോബ്ലത്തിനും നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്തു പോവാം. സോ എച്ച് ഓഫ് ടോ എന്താണ്? സോ എച്ച് ഓഫ് ടോ ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. എച്ച് ഓഫ് ടോ ഈസ് യു ഓഫ് ടോ. എച്ച് ഓഫ് ടി യു ഓഫ് ടി ആണെങ്കിൽ എച്ച് ഓഫ് ടോ യു ഓഫ് ടോ ആയിരിക്കും. സോ ദിസ് ഈസ് യു ഓഫ് ടോ. ദെൻ നമ്മളത് പ്ലോട്ട് ചെയ്യുക. യു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈസി ആയിട്ട് പ്ലോട്ട് ചെയ്യാം. ടോ ആണ് ഇവിടുത്തെ വേരിയബിൾ. സോ എച്ച് ഓഫ് ടോ ഈസ് യു ഓഫ് ടോ. സോ 0 മുതൽ ഇൻഫിനിറ്റി വരെ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സോ ദിസ് സിഗ്നൽ ഈസ് എച്ച് ഓഫ് ടോ. സോ നമുക്ക് എച്ച് ഓഫ് ടി മൈനസ് ടോ ആണ് പ്ലോട്ട് ചെയ്യേണ്ടത്. സോ സ്റ്റെപ്പ് 3യിൽ എച്ച് ഓഫ് മൈനസ് ടോ ഡിറ്റർമിൻ ചെയ്യുക. സോ പ്ലോട്ട് എച്ച് ഓഫ് മൈനസ് ടോ. സോ എച്ച് ഓഫ് മൈനസ് ടോ പ്ലോട്ട് ചെയ്യാൻ നമുക്കറിയാം ടൈം റിവേഴ്സൽ, എച്ച് ഓഫ് ടോയുടെ ടൈം റിവേഴ്സൽ വാല്യൂ വരച്ചാൽ മതി. സോ ദിസ് ഈസ് എച്ച് ഓഫ് മൈനസ് ടോ. ഇത് 0 മുതൽ ഇൻഫിനിറ്റി വരെ ടൈം റിവേഴ്സ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 0 മുതൽ ഇൻഫിനിറ്റി വരെ ഇതിൻ്റെ വാല്യൂ 1 ആണ്. സോ ഇതിൻ്റെ ടൈം റിവേഴ്സൽ വാല്യൂ എന്ന് പറഞ്ഞാൽ -ഇൻഫിനിറ്റി മുതൽ 0 വരെ ഇതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സോ 0 ടു ഇൻഫിനിറ്റി ഈ ഒരു സിഗ്നൽ പോകുന്നു. അതിൻ്റെ ടൈം റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ -ഇൻഫിനിറ്റി ടു 0. നെഗറ്റീവ് കൊടുത്താൽ മതി, ടോയ്ക്ക് നെഗറ്റീവ് വാല്യൂസ് കൊടുത്താൽ മതി. 0ക്ക് നെഗറ്റീവ് കൊടുക്കുമ്പം 0 തന്നെയാണ്. സോ -ഇൻഫിനിറ്റി ടു 0 വരെ പോകുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ മിറർ ഇമേജ് എടുത്താലും മതി, നമുക്ക് എച്ച് ഓഫ് മൈനസ് ടോ കിട്ടും. സോ ദിസ് ഈസ് എച്ച് ഓഫ് മൈനസ് ടോ, -ഇൻഫിനിറ്റി ടു 0 അതിൻ്റെ വാല്യൂ. സോ എച്ച് ഓഫ് ടോ പ്ലോട്ട് ചെയ്തു, എച്ച് ഓഫ് മൈനസ് ടോ പ്ലോട്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് 4ൽ നമുക്ക് എച്ച് ഓഫ് ടി മൈനസ് ടോ ഈസി ആയിട്ട് പ്ലോട്ട് ചെയ്യാം. എച്ച് ഓഫ് ടി മൈനസ് ടോ മീൻസ് അതിൻ്റെ ഒരു കോമൺ ഫിഗറാണ്, ഒരു ജനറൽ ഫിഗറാണ് ഞാൻ വരയ്ക്കുന്നത്. സോ പ്ലോട്ട് എച്ച് ഓഫ് ടി മൈനസ് ടോ. സോ ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. സോ ഈ എച്ച് ഓഫ് മൈനസ് ടോ നമുക്ക് പ്ലോട്ട് ചെയ്യാം. എച്ച് ഓഫ് മൈനസ് ടോ വരെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. എച്ച് ഓഫ് ടി മൈനസ് ടോ നമ്മൾ എച്ച് ഓഫ് മൈനസ് ടോ നോക്കിയിട്ടാണ് നമ്മൾ എച്ച് ഓഫ് ടി മൈനസ് ടോ ഡിറ്റർമിൻ ചെയ്യുന്നത്. എച്ച് ഓഫ് മൈനസ് ടോ ഇതാണ്. സോ ഈ എച്ച് ഓഫ് മൈനസ് ടോയുടെ ലിമിറ്റ് വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക. ഇത് ജസ്റ്റ് ഒരു ടെക്നിക്കാണ്, നമുക്ക് എല്ലാ പ്രോബ്ലത്തിനകത്ത് ഇത് വർക്കൗട്ട് ആവും. നമുക്ക് ലിമിറ്റ് വാല്യൂ, ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. ഇതിൻ്റെ ടിയുടെ ആ ഒരു ടിയുടെ ലിമിറ്റ്, ആ ടിയുടെ ലിമിറ്റ്, ടി അല്ല ടോയുടെ ലിമിറ്റ് പോകുന്നത് ലിമിറ്റ് ഓഫ് ടോയുടെ ലിമിറ്റ് നോക്കുക. -ഇൻഫിനിറ്റി മുതൽ 0 വരെയാണ് ഈ സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ സിഗ്നൽ വരുന്നത് എച്ച് ഓഫ് മൈനസ് ടോ എന്ന് പറയുന്ന സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്നത് -ഇൻഫിനിറ്റിയിൽ തുടങ്ങി 0 വരെയാണ് ഈ സിഗ്നൽ പോകുന്നത്. സോ ഞാൻ ആ ടോയുടെ ലിമിറ്റ് എഴുതുവാണ്, -ഇൻഫിനിറ്റി ടു 0. സോ ഏത് ക്വസ്റ്റ്യൻ തന്നാലും നമ്മൾ എച്ച് ഓഫ് മൈനസ് ടോ പ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ആ സിഗ്നലിൻ്റെ സ്റ്റാർട്ടിംഗ് ലിമിറ്റും അത് എവിടം വരെയാണ് ആ സിഗ്നൽ പോകുന്നത്, അതിൻ്റെ ലോവർ ലിമിറ്റും അതിൻ്റെ അപ്പർ ലിമിറ്റും കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് -ഇൻഫിനിറ്റി മുതൽ 0 വരെ. ഇതിൻ്റെ കൂടെ നമ്മളൊരു +t വാല്യൂ ആഡ് ചെയ്യുക. രണ്ട് ലിമിറ്റ് സൈഡിലും നമ്മളൊരു ടി ആഡ് ചെയ്യുക. ആ ലിമിറ്റ് എന്ത് ലിമിറ്റ് ആണെങ്കിലും അതിൻ്റെ രണ്ട് സൈഡിലും ഒരു ടി ആഡ് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഈസി ആയിട്ട് എച്ച് ഓഫ് ടി മൈനസ് ടോ പ്ലോട്ട് ചെയ്യാൻ പറ്റും. -ഇൻഫിനിറ്റിയുടെ ടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -ഇൻഫിനിറ്റി തന്നെയാണ്. 0യുടെ കൂടെ ടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
ടി ആണ്. അപ്പോൾ ഏതൊരു സിഗ്നൽ എച്ച് ഓഫ് മൈനസ് ടു എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് മാറുമ്പോൾ എച്ച് ഓഫ് മൈനസ് ടു മാറും. സോ ആ എച്ച് ഓഫ് മൈനസ് ടു കിട്ടുന്ന സിഗ്നലിൻ്റെ ലിമിറ്റുകൾ കണ്ടുപിടിക്കുക. ആ ലിമിറ്റിൻ്റെ കൂടെ നമ്മൾ ടി ആഡ് ചെയ്ത് കൊടുക്കുക. സോ മൈനസ് ഇൻഫിനിറ്റി ടു ടി. അപ്പോൾ എച്ച് ഓഫ് ടി മൈനസ് ടുയുടെ ലിമിറ്റാണ് ഞാൻ ഈ പറഞ്ഞത്. മൈനസ് ഇൻഫിനിറ്റി മുതൽ ടി വരെ ആയിരിക്കും ആ സിഗ്നൽ പോകുന്നത്. സോ ഈ സെയിം സിഗ്നൽ ഇവിടെ തന്നെ വരയ്ക്കുക. മൈനസ് ഇൻഫിനിറ്റിയിൽ തുടങ്ങി ടി വരെ. സോ ഞാൻ ഇവിടാണ് ടി വരയ്ക്കുന്നത്. ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. കാരണം ടിയുടെ വാല്യൂ നെഗറ്റീവ്, പോസിറ്റീവ് എന്ത് വാല്യൂ വേണമെങ്കിലും വരാം. നമ്മൾ ടി ഇവിടെ അങ്ങനെ ഒരു അസംഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ജനറൽ ഒരു ഫിഗർ വരച്ചേക്കുവാണ്. ഇങ്ങനെ വരച്ചാലും ഇത് ഓക്കെ ആണ്. ഇതും കറക്റ്റാണ്, ഇതും കറക്റ്റാണ്. ഈ രണ്ട് ഫിഗറും കറക്റ്റാണ്. കാരണം നമുക്ക് ലിമിറ്റ് മാത്രമാണ് അവിടെ ചെക്ക് ചെയ്യേണ്ടത്. മൈനസ് ഇൻഫിനിറ്റി മുതൽ ടി വരെ പോകുന്ന ഒരു സിഗ്നലാണ്. അപ്പോൾ ഞാൻ ഇത് ഇവിടെയും വരയ്ക്കാം, അല്ലെങ്കിൽ ടിയുടെ പൊസിഷൻ ഇങ്ങോട്ട് മാറ്റിയും വരയ്ക്കാം. അതല്ലെങ്കിൽ നമുക്ക് ആ സീറോയിലും വരയ്ക്കാം. കാരണം ടി സീറോ ആവുന്ന കേസസും ഉണ്ട്. ടി സീറോ ആവാം, ടി പോസിറ്റീവ് ആവാം, ടി നെഗറ്റീവ് ആവാം. സോ ഇങ്ങനെയും വരയ്ക്കാം. സോ ഈ മൂന്ന് കേസസും നമുക്ക് വാലിഡ് ആണ്. കാരണം നമ്മൾ ഓരോ കേസ് ഇനി അനലൈസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ എച്ച് ഓഫ് ടി മൈനസ് ടുയുടെ ആ ഒരു ജനറൽ ഫിഗർ ഇങ്ങനെ ആയിരിക്കും. എച്ച് ഓഫ് മൈനസ് ടു വെച്ചിട്ട് തന്നെയാണ് ഇവിടെ വരയ്ക്കുന്ന. ലിമിറ്റിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. സോ ഏത് രീതിയിൽ വേണം നമുക്ക് എച്ച് ഓഫ് ടി മൈനസ് ടു, ആ ലിമിറ്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക. മൈനസ് ഇൻഫിനിറ്റി ടു ടി, ഇതായിരിക്കും നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള രണ്ട് സിഗ്നൽസ് നമ്മൾ പ്ലോട്ട് ചെയ്തു. ഒന്ന് എക്സ് ഓഫ് ടോ കിട്ടി. സോ ആസ് പെർ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ് ഓഫ് ടോയും എച്ച് ഓഫ് ടി മൈനസ് ടു ഉണ്ടെങ്കിൽ നമുക്ക് വൈ ഓഫ് ടി കണ്ടുപിടിക്കാം ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ടി. സോ നമുക്കിനി ആ കിട്ടിയ രണ്ട് സിഗ്നൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് റീഡ്രോ ചെയ്യുവാണ്. സോ നമുക്ക് കിട്ടിയ എക്സ് ഓഫ് ടോ ഇതാണ്. എക്സ് ഓഫ് ടോ 1 നിന്ന് എക്സ്പോണൻഷ്യലായിട്ട് പോകുന്ന ഒരു സിഗ്നലാണ് നമ്മുടെ എക്സ് ഓഫ് ടോ. ദെൻ എച്ച് ഓഫ് ടി മൈനസ് ടോ പ്ലോട്ട് ചെയ്തു. ദാറ്റ് ഈസ് എ സിഗ്നൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ടി. മൈനസ് ഇൻഫിനിറ്റി ടു ടി, ഇതാണ് നമ്മുടെ സിഗ്നൽ എക്സ് ഓഫ് ടോ. വാല്യൂ 1, ഇവിടെയും വാല്യൂ 1. ഇത് ടോയാണ്. സോ ദിസ് ഈസ് എച്ച് ഓഫ് ടോ, എച്ച് ഓഫ് ടി മൈനസ് ടു. സോ രണ്ട് സിഗ്നലും പ്ലോട്ട് ചെയ്യുന്ന പ്രൊസീജിയർ ഞാൻ പറഞ്ഞു. സോ ഫസ്റ്റ് എക്സ് ഓഫ് ടോ, ദെൻ എച്ച് ഓഫ് ടോ, ദെൻ എച്ച് ഓഫ് മൈനസ് ടോ. എച്ച് ഓഫ് മൈനസ് ടോ കിട്ടുന്നതിൻ്റെ ടൈം ലിമിറ്റിൻ്റെ കൂടെ ആ ഒരു പ്ലസ് ടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് എച്ച് ഓഫ് ടി മൈനസ് ടോ ഡിറ്റർമിൻ ചെയ്യാം. സോ നമുക്ക് കിട്ടേണ്ട മൾട്ടിപ്ലൈ ചെയ്യേണ്ട രണ്ട് സിഗ്നൽസ് കിട്ടി. ഇനി നമ്മൾ ഓരോ കേസസ് എടുക്കുവാണ്. ഓരോ കേസസ് എടുക്കാൻ ഇവിടെ കേസ് 1. സോ ഈ സിഗ്നൽ നമ്മുടെ എക്സ് ഓഫ് ടോ എന്ന് പറയുന്ന സിഗ്നൽ നമ്മുടെ സ്റ്റാർട്ടിങ് സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നോക്കുക, നമുക്ക് ടി എന്ന് പറയുന്നത് 0 ആവാം, പോസിറ്റീവ് വാല്യൂസ് ആവാം, ടി നെഗറ്റീവ് വാല്യൂസ് ആവാം. സോ ഞാൻ ഈ ടിയുടെ ഫസ്റ്റ് കണ്ടീഷൻ ടി ലെസ് ദാൻ 0 കണ്ടീഷൻ എടുക്കുവാണ്. സോ നമ്മുടെ ഇവിടുത്തെ ലിമിറ്റ് ടി ആണ്. ഇതിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ടി ആണ്. സോ ഇവിടുത്തെ ഒരു ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ലിമിറ്റ് 0 സോ ഞാൻ ഈ ഒരു എക്സ് ഓഫ് ടോയുടെ ഒരു കണ്ടീഷനോടെ നോക്കിയാണ് ഈ ടിയുടെ കണ്ടീഷൻ പറയുന്നത്. സോ ഞാൻ ടിയുടെ എല്ലാ വാല്യൂസിലുള്ള ഔട്ട്പുട്ട് എനിക്ക് ഡിറ്റർമിൻ ചെയ്യണം. സോ ഞാൻ ഫസ്റ്റ് കേസ് ടി ലെസ് ദാൻ 0 എടുക്കുകയാണ്. കാരണം എക്സ് ഓഫ് ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ഇതിൻ്റെ ലിമിറ്റ് പറഞ്ഞേക്കുന്നത് ടിയിലുമാണ്. സോ ഇതിൻ്റെ അപ്പർ ലിമിറ്റ് അതായത് ടിയും ഇതിൻ്റെ ഈ ലോവർ ലിമിറ്റ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് 0 സോ ഇത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ പറയുവാണ് ടി ലെസ് ദാൻ 0. സോ ടി ലെസ് ദാൻ 0 ഈ ഗ്രാഫ് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഇത് രണ്ടും ഒരു സിംഗിൾ ആക്സിസിൽ ഞാൻ വരയ്ക്കുവാണ്. ടി ഫസ്റ്റിൽ എക്സ് ഓഫ് ടോ വരച്ചു, എക്സ് ഓഫ് ടോ. സോ എക്സ് ഓഫ് ടോ എന്ന് പറയുന്ന ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത്. സോ ഒരു ആക്സിസിൽ തന്നെ രണ്ട് ടേംസും വരയ്ക്കുവാണ്. സോ ദിസ് ഈസ് എക്സ് ഓഫ് ടോ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ എച്ച് ഓഫ് ടി മൈനസ് ടോ വരയ്ക്കുവാണ്. കണ്ടീഷനുണ്ട് ടി ലെസ് ദാൻ 0 ആയിരിക്കണം. ടി ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇത് മൈനസ് ഇൻഫിനിറ്റി മുതൽ ടി ഈ 0ക്ക് ആക്സിസിന് ഇപ്പുറത്ത് നിൽക്കും. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ടി ലെസ് ദാൻ 0. സോ എച്ച് ഓഫ് ടി മൈനസ് ടോ ടി ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ ടിയുടെ ലൊക്കേഷൻ 0ക്ക് ഇപ്പുറത്തായിരിക്കും. സോ ഇതാണ് എച്ച് ഓഫ്
ടി മൈനസ് ടോ. സോ എക്സ് ഓഫ് ടോയും ഇതിൻ്റെയും മാഗ്നിറ്റ്യൂഡ് 1 ആണ്. സോ രണ്ട് സിഗ്നൽ നമ്മൾ പ്ലോട്ട് ചെയ്തു, എക്സ് ഓഫ് ടോയും എച്ച് ഓഫ് ടി മൈനസ് ടോയും, പ്രൊവൈഡഡ് ടി ഈസ് ലെസ് ദാൻ 0. സോ ആ ടിയുടെ കണ്ടീഷൻ എടുക്കുന്നത് നമുക്കിവിടെ നോക്കിയാൽ മതി. ആ ഒരു എച്ച് ഓഫ് ടി മൈനസ് ടോ അതിൻ്റെ അപ്പർ ലിമിറ്റ് ടി ആണ്. ഈ ടി എക്സ് ഓഫ് ടോ വെച്ച് നോക്കുമ്പോൾ എക്സ് ഓഫ് ടോയുടെ സ്റ്റാർട്ടിംഗ് ലിമിറ്റ് 0 ആണ്. അപ്പോൾ ടി ലെസ് ദാൻ 0 കണ്ടീഷൻ, ടി ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ, ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന ഫസ്റ്റ് കണ്ടീഷൻ ടി ലെസ് ദാൻ 0 ആണ്. ടി ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ സിഗ്നൽ ഇങ്ങനെ ആയിരിക്കും, എക്സ് ഓഫ് ടോയുടെ കണ്ടീഷൻ ഇങ്ങനെയായിരിക്കും. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ എക്സ് ഓഫ് ടോയുടെയും എച്ച് ഓഫ് ടി മൈനസ് ടോയുടെയും ടൈം തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നില്ല, ഈ സിഗ്നൽ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നില്ല. കാരണം ഇത് -∞ മുതൽ ടി വരെ, ഇവിടെ ടി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂസ് ആണ്, ഇത് 0 മുതൽ ഇൻഫിനിറ്റി വരെ പോകുന്ന സിഗ്നലാണ്. ഇവിടെ ഒരു ഓവർലാപ്പിങ്ങും ഇല്ല. സോ നമുക്കിവിടെ പറയാം ഹിയർ നോ ഓവർലാപ്പിംഗ് ഒക്കേഴ്സ്. ഹിയർ നോ ഓവർലാപ്പിംഗ് ഒക്കേഴ്സ് ബിറ്റ്വീൻ എക്സ് ഓഫ് ടോ ആൻഡ് എച്ച് ഓഫ് ടി മൈനസ് ടോ. ഹിയർ നോ ഓവർലാപ്പിംഗ് ബിറ്റ്വീൻ എക്സ് ഓഫ് ടോ ആൻഡ് എച്ച് ഓഫ് ടി മൈനസ് ടോ. സോ ഈ എക്സ് ഓഫ് ടോയും എക്സ് ഓഫ് ടോ ആൻഡ് എച്ച് ഓഫ് ടി മൈനസ് ടോ ഇവിടെ ഓവർലാപ്പിംഗ് നടക്കാത്തതുകൊണ്ട് നമുക്ക് പറയാം ദ ആൻസർ വിൽ ബി 0. വൈ ഓഫ് ടിയുടെ വാല്യൂ ഈ ഇൻറ്റഗ്രേഷൻ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഇതാണ് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ച് അനലൈസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ ടി ലെസ് ദാൻ 0 എടുത്തു. അടുത്ത കേസ് എന്ന് പറയുന്നത് കേസ് 2 എന്ന് പറയുന്നത് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമുക്കറിയാം ടിയുടെ വാല്യൂ 0 കൊടുക്കുകയാണെങ്കിൽ ഇത് ഇവിടെ ഓവർലാപ്പ് ചെയ്യും. കാരണം നമ്മൾ ടിയുടെ വാല്യൂ 0 കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആ ഗ്രാഫ് ഒന്നുകൂടെ നോക്കാം. ഇതാണ് നമ്മുടെ എക്സ് ഓഫ് ടോ, ദെൻ എച്ച് ഓഫ് ടി മൈനസ് ടോ ഇവിടെ തന്നെ വരയ്ക്കുവാണെങ്കിൽ ടിക്ക് നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ ഇത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യും, -∞ മുതൽ 0 വരെ ആയിരിക്കും. അപ്പോൾ 0യിലുള്ള ആ ഒരു വാല്യൂ എക്സ് ഓഫ് ടോയുടെയും എച്ച് ഓഫ് ടി മൈനസ് ടോയുടെയും 0യിലുള്ള വാല്യൂസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. എച്ച് ഓഫ് ടി മൈനസ് ടോ ഈ 0യിലുള്ള വാല്യൂ ടി ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 0യിലുള്ള വാല്യൂ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ടി ഈസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ എക്സ് ഓഫ് ടോ ഇതാണ്, ടി ഈക്വൽ ടു 1 വരുമ്പോൾ ഈ ഒരു സിഗ്നൽ 1ലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നത് 0 മുതൽ 1 വരെയുള്ള വാല്യൂ ആണ്. 0 മുതൽ 1 വരെയാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻറ്റഗ്രൽ 0 to 0. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻറ്റഗ്രൽ 0 മുതൽ 1 വരെയുള്ള എക്സ് ഓഫ് ടോ ആൻഡ് എച്ച് ഓഫ് ടി മൈനസ് ടോ വാല്യൂ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ടി 2 കൊടുക്കുകയാണെങ്കിലും 0 മുതൽ 2, ഈ രീതിയിലാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 നമുക്ക് ജനറലായിട്ട് ഇങ്ങനെ വരയ്ക്കാം. സോ ദിസ് ഈസ് എക്സ് ഓഫ് ടോ ആൻഡ് ദിസ് ഈസ് എച്ച് ഓഫ് ടി മൈനസ് ടോ. ഇവിടെ നോക്കിയാൽ മതി, ടിക്ക് 0 കൊടുത്തപ്പോൾ 0 to 0, ടിക്ക് 1 കൊടുത്തപ്പോൾ 0 to 1, ടി ഈക്വൽ ടു 2 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇൻറ്റഗ്രേഷൻ 0 to 2 ആണ്. സോ നമ്മുടെ ലോവർ ലിമിറ്റ് എപ്പോഴും കോമൺ ആണ്, 0 ആണ്. അപ്പർ ലിമിറ്റ് 2 കൊടുക്കുമ്പോൾ 2, 1 കൊടുക്കുമ്പോൾ 1, 0 കൊടുക്കുമ്പോൾ 0. അപ്പോൾ നമുക്ക് ജനറലായിട്ട് നമുക്ക് ഇൻറ്റഗ്രൽ 0 to t എന്ന് പറയാം. സോ ഇങ്ങനെ ഒന്ന് നമ്മൾ ഒരു സൈഡിൽ ഒന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് മനസ്സിലാവും. സോ ഞാനിവിടെ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യുടെ ജനറൽ ഫിഗർ ഇങ്ങനെ വരയ്ക്കുകയാണ്. എച്ച് ഓഫ് ടി മൈനസ് ടോ എന്ന് പറയുന്നത് -∞ മുതൽ ടി വരെ, ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ടി പോസിറ്റീവ് വാല്യൂസ് ആണ്, 0യും വരാം പോസിറ്റീവ് വാല്യൂസും വരാം. അപ്പോൾ ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്ന ഇൻ്റർവെൽ 0 മുതൽ ടി വരെ ആയിരിക്കും. ടി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താലും 0 മുതൽ ടി വരെ ആയിരിക്കും ഓവർലാപ്പ് ചെയ്യുന്നത്. നമുക്കത് ഈ ഒരു കേസസ് വെച്ചിട്ട് നമുക്കതിൻ്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതാം. സോ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിൽ വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 മുതൽ ടി വരെയാണ്. സോ 0 to t, ഇതാണ് എക്സ് ഓഫ് ടോ. ഗ്രാഫിക്കൽ മെത്തേഡിൽ രണ്ടും ഒരുമിച്ച് വരയ്ക്കണം. എക്സ് ഓഫ് ടോയും എച്ച് ഓഫ് ടി മൈനസ് ടോയും ഒരു ആക്സിസിൽ തന്നെ വരച്ചിട്ട്, ഇത് ടോയാണ്, സോ ഒരു ആക്സിസിൽ തന്നെ വരച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. സോ കേസ് 2 ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ കേസ് 2 എന്ന് പറയുന്നത് ഇതാണ്, ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ കേസിൽ y of t is equal to integral 0 to t x of tau into h of t minus tau d tau. So
ക്വസ്റ്റിനകത്ത് എക്സ് ഓഫ് ടോ തന്നിട്ടുണ്ട്. എക്സ് ഓഫ് ടോയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എ ടോ യു ഓഫ് ടോ. യു ഓഫ് ടോ വാല്യൂ അറിയാം 1 ആണ്. സോ നമുക്ക് എക്സ് ഓഫ് ടോ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എ ടോ തന്നെയാണ്. ഇ റേസ് ടു മൈനസ് എ ടോ. സോ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 ടു ടി എക്സ് ഓഫ് ടോയ്ക്ക് ഇ റേസ് ടു മൈനസ് എ ടോ എച്ച് ഓഫ് ടി മൈനസ് ടോ. എച്ച് ഓഫ് ടോ യു ഓഫ് ടോ ആണ്. എച്ച് ഓഫ് ടി മൈനസ് ടോയും ഒരു യു ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് 1 എന്ന് കൊടുക്കാം. സോ 1. സോ ഫസ്റ്റ് ടേം ഇ റേസ് ടു മൈനസ് ടോ യു ഫംഗ്ഷൻ 1 കൊടുക്കാം. എച്ച് ഓഫ് ടി മൈനസ് ടോയുടെ അത് യു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാൻ അതിന് 1 എന്ന് കൊടുത്തു ഇൻറ്റു ഡി ടോ. സോ ഇത് ടോയിലുള്ള ഒരു ഇൻറ്റഗ്രേഷനാണ്. സോ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് എ ടോ ഡി ടോ മീൻസ് ഇ റേസ് ടു മൈനസ് എ ടോ ബൈ മൈനസ് എ. മൈനസ് എ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ലിമിറ്റ് 0 ടു ടി. അപ്പർ ലിമിറ്റ് ടോയ്ക്ക് അപ്പർ ലിമിറ്റ് ടി കൊടുക്കുക. സോ ഇ റേസ് ടു മൈനസ് എ ടി മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. ടോയ്ക്ക് 0 കൊടുക്കുക. സോ ഇ റേസ് ടു മൈനസ് എ ഇൻറ്റു 0. ഇ റേസ് ടു മൈനസ് എ ഇൻറ്റു 0 മീൻസ് ഇ റേസ് ടു 0 ബൈ മൈനസ് എ. സോ ഇത് 1 ആണ്. സോ ഇ റേസ് ടു മൈനസ് എ ടി മൈനസ് 1 ബൈ മൈനസ് എ. സോ ഈ മൈനസ് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ അത് റിവേഴ്സ് ചെയ്ത് വരും. 1 മൈനസ് ഇ റേസ് ടു മൈനസ് എ ടി ബൈ എ. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ നമുക്ക് 2 ആൻസേഴ്സ് കിട്ടി. വൈ ഓഫ് ടിയുടെ വാല്യൂ ഫസ്റ്റ് നോൺ ഓവർലാപ്പിംഗ് കേസ് വൈ ഓഫ് ടി 0 ആണ്. ടി ലെസ് ദാൻ 0യിൽ ദെൻ ഇതിൻ്റെ ആൻസർ 1 മൈനസ് ഇ റേസ് ടു മൈനസ് എ ടി ബൈ എ എന്നാണ്. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിൽ. സോ ഇങ്ങനെ നമുക്ക് 2 ആൻസേഴ്സ് ഇവിടുന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. 2 കേസ് അല്ലെങ്കിൽ ടിയുടെ എല്ലാ വാല്യൂസും മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ, അതാണ് ടി ലെസ് ദാൻ 0, അതിൻ്റെ ആൻസർ 0 ആണ്. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിൽ. സോ ഇതായിരിക്കും നമ്മുടെ റെസ്പോൺസ് ഓഫ് ദ എൽ ടി സിസ്റ്റം അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓഫ് ദ എൽ ടി സിസ്റ്റം അല്ലെങ്കിൽ കൺവല്യൂഷൻ ഓഫ് 2 സിഗ്നൽസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ദെൻ സെക്കൻഡ് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ കൺവല്യൂഷൻ ഓഫ് ഫോളോയിങ് സിഗ്നൽസ്. സോ നമ്മളിവിടെ നമ്മൾ ഇക്വേഷൻ എഴുതുക ആദ്യം. വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇവിടെ എക്സ് ഓഫ് ടിയും എച്ച് ഓഫ് ടിയും യു ഓഫ് ടി പ്ലസ് 2 യു ഓഫ് ടി മൈനസ് 3 ആണ് തന്നിരിക്കുന്നത്. സോ വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ ഇൻറ്റു എച്ച് ഓഫ് ടി മൈനസ് ടോ ഡി ടോ. ഇതാണ് വൈ ഓഫ് ടിയുടെ എക്സ്പ്രഷൻ. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എക്സ് ഓഫ് ടോയും പ്ലോട്ട് ചെയ്യണം, എച്ച് ഓഫ് ടി മൈനസ് ടോയും പ്ലോട്ട് ചെയ്യണം. സോ സ്റ്റെപ്പ് 1 മീൻസ് പ്ലോട്ട് എക്സ് ഓഫ് ടോ. സോ എക്സ് ഓഫ് ടോ പ്ലോട്ട് ചെയ്യാൻ അറിയാം, യു ഓഫ് ടി പ്ലസ് 2 ആണ്. സോ എക്സ് ഓഫ് ടോ ഈസ് യു ഓഫ് ടോ പ്ലസ് 2. സോ യു ഓഫ് ടോ പ്ലസ് 2 മീൻസ് അത് പ്ലോട്ട് ചെയ്യുന്നത് യു ഓഫ് ടി പ്ലോട്ട് ചെയ്യാൻ അറിയാം, യു ഓഫ് ടി പ്ലസ് 2 പ്ലോട്ട് ചെയ്യാൻ അറിയാം. ഇത് ടോയിലാണെന്നേ ഉള്ളൂ. സോ യു ഓഫ് ടോ പ്ലസ് 2 ഇതാണ് നമ്മുടെ എക്സ് ഓഫ് ടോ എന്ന് പറയുന്നത്. മൈനസ് 2ൽ നിന്നും ഇൻഫിനിറ്റി വരെ പോകുന്ന ഒരു സിഗ്നലാണ്. മൈനസ് 2ൽ നിന്നും. സോ ദിസ് ഈസ് മൈനസ് 2. സോ യു ഓഫ് ടി പ്ലോട്ട് ചെയ്യുന്ന ഇതാണ് യു ഓഫ് ടോ. u of t plus 2 means shift the signal u of t 2 units to the left. അപ്പോൾ മൈനസ് 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഈ രീതിയിലാണ് നമ്മൾ u of ടോ പ്ലസ് 2 പ്ലോട്ട് ചെയ്യുന്നത്. 2 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പ്ലോട്ട് ചെയ്യുക. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു എച്ച് ഓഫ് ടോ ആണ് പ്ലോട്ട് ചെയ്യേണ്ടത്. സോ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് പ്ലോട്ട് എച്ച് ഓഫ് ടോ. പ്ലോട്ട് എച്ച് ഓഫ് ടോ. സോ എച്ച് ഓഫ് ടോ നമുക്ക് തന്നിരിക്കുന്നത് യു ഓഫ് ടി മൈനസ് 3 ആണ്. അപ്പോൾ യു ഓഫ് ടോ മൈനസ് 3 എന്ന് വരും. അപ്പോൾ എച്ച് ഓഫ് ടോ ഈക്വൽ ടു യു ഓഫ് ടോ മൈനസ് 3. ദറ്റ് ഈസ് എച്ച് ഓഫ് ടോ യു ഓഫ് ടോ മൈനസ് 3 ആണ്. സോ യു ഓഫ് ടോ വരച്ചിട്ട് 3 യൂണിറ്റ്സ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരച്ചാൽ മതി. സോ ദിസ് ഈസ് 3 to infinity. ഇതായിരിക്കും 1 എന്ന് പറയുന്നത്. ദിസ് ഈസ് ടോ. സോ 1 ആയിരിക്കും എൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇവിടെയും മാഗ്നിറ്റ്യൂഡ് 1 തന്നെയാണ്. സോ എക്സ് ഓഫ് ടോയും എച്ച് ഓഫ് ടോയും നമ്മൾ പ്ലോട്ട് ചെയ്തു. ദെൻ
സ്റ്റെപ്പ് 3 എച്ച് ഓഫ് മൈനസ് ടോ പ്ലോട്ട് ചെയ്യുക. നേരത്തെ ചെയ്ത അതേപോലെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. പ്ലോട്ട് എച്ച് ഓഫ്, എല്ലാ കേസസിലും ഈ രീതിയിൽ തന്നെ ചെയ്യണം. എച്ച് ഓഫ് മൈനസ് ടോ പ്ലോട്ട് ചെയ്യുക. എച്ച് ഓഫ് മൈനസ് ടോ മീൻസ് ഇതിൻ്റെ മിറർ ഇമേജ്. സോ ദിസ് ഈസ് എച്ച് ഓഫ് മൈനസ് ടോ. ഈ സിഗ്നൽ 3 മുതൽ ഇൻഫിനിറ്റി വരെയാണ് പോകുന്നത്. സോ നമ്മുടെ മിറർ ഇമേജ് എടുക്കുമ്പോൾ നമുക്ക് -∞ മുതൽ -3 വരെ പോകുന്ന ഒരു സിഗ്നലാണ്. സോ -∞ ടു -3 ഇതായിരിക്കും നമ്മുടെ എച്ച് ഓഫ് മൈനസ് ടോ. എച്ച് ഓഫ് മൈനസ് ടോയും പ്ലോട്ട് ചെയ്തു. സോ എച്ച് ഓഫ് മൈനസ് ടോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് 4 നിന്നും എച്ച് ഓഫ് മൈനസ് ടോ കിട്ടിയാൽ നമുക്ക് എച്ച് ഓഫ് ടി മൈനസ് ടോ പ്ലോട്ട് ചെയ്യാം. അത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണെന്ന്. ഇതിൻ്റെ ലിമിറ്റ് നോക്കുക. എച്ച് ഓഫ് മൈനസ് ടോയുടെ ലിമിറ്റ് ഈ സിഗ്നൽ -∞ മുതൽ -3 വരെയുള്ള സിഗ്നലാണ്. -∞ മുതൽ -3 വരെയുള്ള സിഗ്നലാണ്. അതിൻ്റെ കൂടെ പ്ലസ് ടി ആഡ് ചെയ്യുക. ഇവിടെയും പ്ലസ് ടി ആഡ് ചെയ്യുക. സോ -∞ ടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -∞ തന്നെയാണ്. -3 ടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ t-3 ആണ്. സോ ഈ രീതിയിൽ നമ്മൾ എച്ച് ഓഫ് ടി മൈനസ് ടോയുടെ ടൈം ലിമിറ്റ് കണ്ടുപിടിക്കാം. സോ എച്ച് ഓഫ് ടി മൈനസ് ടോ പ്ലോട്ട് ചെയ്യാൻ -∞ മുതൽ t-3 വരെ. സോ ഈ t-3 നമുക്ക് എവിടെ വേണമെങ്കിലും വരയ്ക്കാം. t-3 എന്ന് പറയുന്നത് റൈറ്റിലേക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ 0-ലാക്കി വരയ്ക്കാം. കാരണം ടിയുടെ വാല്യൂ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് എന്ത് വാല്യൂ വേണമെങ്കിലും നമുക്ക് വരാം. 0 വരാം. സോ ടിയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഇത് എപ്പുറത്തോട്ട് വേണമെങ്കിലും വരയ്ക്കാം. നമ്മൾ ആ ലിമിറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. -∞ മുതൽ t-3 വരെ പോകുന്ന ഒരു സിഗ്നലായിരിക്കും ഇത്. ഇനി നമ്മൾ നോക്കേണ്ടത്, അപ്പോൾ നമുക്ക് എക്സ് ഓഫ് ടോയും എച്ച് ഓഫ് ടി മൈനസ് ടി ഒന്നുകൂടെ വരയ്ക്കാം. സോ എക്സ് ഓഫ് ടോ, നമുക്ക് കിട്ടിയ എക്സ് ഓഫ് ടോ എന്ന് പറയുന്ന സിഗ്നൽ ഇതാണ്. -2 മുതൽ ഇതായിരുന്നു നമുക്ക് കിട്ടിയ എക്സ് ഓഫ് ടോ സിഗ്നൽ. -2 മുതൽ ഇൻഫിനിറ്റി വരെ പോകുന്ന സിഗ്നൽ. ദെൻ നമുക്ക് കിട്ടിയേക്കുന്ന എച്ച് ഓഫ് ടി മൈനസ് ടോ സിഗ്നലാണ് ഞാൻ അടുത്ത വരയ്ക്കുന്നത്. എച്ച് ഓഫ് ടി മൈനസ് ടോ. ഈ സിഗ്നൽ എന്ന് പറയുന്നത് നമ്മളിപ്പം കണ്ടു -∞ മുതൽ t-3 വരെയുള്ള സിഗ്നലാണ്. -∞ മുതൽ t-3. സോ -∞ ടു t-3. സോ ഇതാണ് നമ്മുടെ സിഗ്നൽ t-3. ഇപ്പോൾ 2 സിഗ്നലിലൂടെ വരച്ചു. ഇനി നമ്മളിതിനെ കൺവല്യൂഷൻ ചെയ്യുന്നത് ടിയുടെ ഡിഫറെൻറ്റ് കേസസ് എടുത്തിട്ടാണ്. അപ്പോൾ ടിയുടെ ഡിഫറെൻറ്റ് കേസസ് എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എക്സ് ഓഫ് ടോയുടെ ആ ഒരു ലോവർ ലിമിറ്റ് ശ്രദ്ധിച്ച് നോക്കുക. ഇതിൻ്റെ ലോവർ ലിമിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് -2 ആണ്. ഇതിൻ്റെ അപ്പർ ലിമിറ്റ് നോക്കുമ്പോൾ t-3 ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ റാൻഡം ആയിട്ട് t<0 t>0 ആ രീതിയിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അതിലും നല്ലത് ഇവിടെ 2-ൽ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. സോ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് -2, ഇതിൻ്റെ ഇതിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് t-3 ആണ്. സോ നമുക്ക് ഫസ്റ്റ് കേസ് ഇങ്ങനെ തന്നെ ചൂസ് ചെയ്യാം. ഫസ്റ്റ് കേസ് കണ്ടുപിടിക്കാൻ ഈ t-3 ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെ ലെസ് ദാൻ കണ്ടീഷൻ. ഇവിടുത്തെ നേരത്തെ നമ്മൾ t ആയിരുന്നു, അവിടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് 0 ആയിരുന്നു. സോ t<0 അങ്ങനെയാണ് എടുത്തത്. ഇവിടെ നമുക്ക് നോക്കാം t-3 ആണ് ഇവിടുത്തെ അപ്പർ ലിമിറ്റ്. ഇവിടുത്തെ ലോവർ ലിമിറ്റ് നോക്കുക ഫസ്റ്റ് സിഗ്നലിൻ്റെ, അത് -2 ആണ്. സോ t-3 ലെസ് ദാൻ -2, അതിൻ്റെ ലെസ് ദാൻ കണ്ടീഷൻ, ദാറ്റ് ഈസ് t ലെസ് ദാൻ -2 + 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. സോ ഫസ്റ്റ് കേസ് നമുക്ക് t<0 ആയിട്ടല്ല t<1 ആയിട്ട് എടുക്കാം. സോ കേസ് 1 എന്ന് പറയുന്നത് t<1 ആണ്. ഈ രീതിയിൽ നമുക്ക് t<1 കണ്ടീഷൻ ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വാല്യൂസ് ഇട്ട് കൊടുക്കേണ്ടി വരും. ടിക്ക് ആദ്യം 0 ഇട്ട് കൊടുക്കുക. t<0 കണ്ടീഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ടിക്ക് -1 ഇട്ട് കൊടുക്കുന്നു. -1 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടുത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് -1 -3 -4 ആണ്. സോ അത് വരയ്ക്കുമ്പോൾ ഇപ്പുറത്ത് തന്നെ നിൽക്കും. സോ നോ ഓവർലാപ്പിംഗ്. ദെൻ -2 കൊടുക്കുമ്പോഴും നോ ഓവർലാപ്പിംഗ്, കാരണം -5 ആയിരുന്നു വരുന്നത്. പക്ഷേ നമ്മൾ 0 കൊടുക്കുന്നു, t = 0 കൊടുക്കുമ്പോൾ -3 ആണ് വരുന്നത്. -3യും
ഓവർലാപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് സീറോയും അവിടെ ഇൻക്ലൂഡഡ് ആണ്. 1 കൊടുക്കുമ്പോൾ അവിടെ ഓവർലാപ്പിംഗ് നടക്കുന്നുണ്ട്. കാരണം 1 കൊടുക്കുമ്പോൾ 1 - 3 -2 ഇതും -2 ആണ്. സോ ഓവർലാപ്പിംഗ് നടക്കുന്നുണ്ട്. സോ ആ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഞാനിവിടെ ചെക്ക് ചെയ്തത് t-3 വെച്ചിട്ടാണ്. t-3 ഇതിൻ്റെ അപ്പർ ലിമിറ്റ്, ഇവിടുത്തത് -2 ആണ് ഇവിടുത്തെ ലോവർ ലിമിറ്റ്. സോ t-3 ലെസ് ദാൻ -2 കണ്ടീഷൻ നോക്കി, ദാറ്റ് ഈസ് t ലെസ് ദാൻ 1. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ t ലെസ് ദാൻ 1 നമ്മുടെ ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ രണ്ട് ഫിഗറും ഒരുമിച്ച് വരയ്ക്കുക. സോ ആദ്യം x വരച്ചു. ഇത് -2 മുതൽ പോകുന്ന സിഗ്നലാണ്. 1 ആണ് മാഗ്നിറ്റ്യൂഡ്. ഇവിടെയും 1 തന്നെയാണ്. h(t-2) ഫോർ t-3 അല്ലേ, t ലെസ് ദാൻ 1 കണ്ടീഷൻ ആണ് നമ്മൾ വരയ്ക്കുന്നത്. സോ ഇവിടെ ഓവർലാപ്പിംഗ് നടക്കുന്നില്ല. സോ ഈ കണ്ടീഷനിൽ t ലെസ് ദാൻ 1 കണ്ടീഷനിലൊന്നും ഓവർലാപ്പിംഗ് നടക്കുന്നില്ല. സോ ഇവിടെ നമുക്ക് t-3 എന്നുള്ള വാല്യൂ വരയ്ക്കാം. സോ ഇവിടെ ഓവർലാപ്പിംഗ് നടക്കുന്നില്ല. നമ്മളത് അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലായി. t ലെസ് ദാൻ 1 എല്ലാ വാല്യൂസും, അതായത് 0, -1 എല്ലാ വാല്യൂസിനും ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് x(t) ആൻഡ് ദിസ് ഈസ് h(t-2). സോ നമുക്ക് പറയാം ഫോർ t ലെസ് ദാൻ 1 നോ ഓവർലാപ്പിംഗ് occurs. സോ y(t)യുടെ വാല്യൂ ഈക്വൽ ടു 0. ദെൻ അടുത്ത കണ്ടീഷൻ t ഗ്രേറ്റർ ദാൻ 1 ആണ്. കേസ് 2, ദാറ്റ് ഈസ് t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ഞാൻ x(t) വരച്ചു. -2. t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, നമ്മളിവിടെ tക്ക് 1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് -2 ആണ് കിട്ടുന്നത്. സോ അവിടെ ഓവർലാപ്പ് ചെയ്യും. സോ രണ്ട് സിഗ്നൽസ് തമ്മിൽ, ഇത് -2 മുതൽ പോകുന്ന സിഗ്നലാണ്. നമ്മൾ t = 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ വാല്യൂ 1 - 3 -2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നൽ -2 ഓവർലാപ്പ് ചെയ്യും. സോ എനിക്ക് ഇൻ്റഗ്രേഷൻ -2 to -2 എന്ന് പറയാം. ദെൻ t = 1 ആണ് കൊടുക്കുന്നതെങ്കിൽ, t = 1 കൊടുത്തു, അടുത്ത 2 ആണ് കൊടുക്കുന്നതെങ്കിൽ x(t) ഇതാണ്. 1 കൊടുക്കുമ്പോൾ 1 - 3 2 കൊടുക്കുമ്പോൾ 2 - 3 -1 ആണ്. സോ സിഗ്നൽ -1 വരെയാണ് പോകുന്നത്. സോ ഇവിടെ ഈ ഒരു ഇൻ്റർവെല്ലിൽ ഓവർലാപ്പ് ചെയ്യും. സോ -2 to -1 വരെയാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. ദെൻ t = 3 കൊടുക്കുകയാണെങ്കിൽ, ഇത് 3 - 3 0 ആണ്. സോ -2 മുതൽ 0 വരെ ഓവർലാപ്പ് ചെയ്യും. -2 മുതൽ 0 വരെ. സോ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ 1 കൊടുത്തപ്പോൾ -2 മുതൽ -2 വരെ, 2 കൊടുക്കുമ്പോൾ -2 മുതൽ -1 വരെ, 3 കൊടുക്കുമ്പോൾ -2 മുതൽ 0 വരെ. സോ നമുക്ക് ജനറലായിട്ട് പറയാം y(t)യുടെ ലോവർ ലിമിറ്റ് -2 തന്നെ ആയിരിക്കും. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 1 കൊടുത്തപ്പോൾ -2, 2 കൊടുക്കുമ്പോൾ -1, 3 കൊടുക്കുമ്പോൾ 0. നമുക്ക് ജനറലായിട്ട് നമുക്ക് t-3 എന്നും പറയാം. അതല്ലെങ്കിൽ t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇത് റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, അത് വെച്ചിട്ടും പറയാം. ഇതായിരിക്കും നമ്മുടെ എന്ത് h(t-2). ഇതാണ് x(t), ഇതാണ് h(t-2). സോ h(t-2) ഈ പോയിന്റ് t-3 ആണ്. t-3 ലെസ് ദാൻ കണ്ടീഷൻ വരച്ചു, ഇത് ഗ്രേറ്റർ ദാൻ കണ്ടീഷനാണ്. ദാറ്റ് ഈസ് കണ്ടീഷൻ പറയുമ്പോൾ t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ ഇവിടെ ഓവർലാപ്പിംഗ് ഏരിയ ഇതാണ്, -2 മുതൽ t-3 വരെ, ഇവിടെ വരെയാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. അത് നമുക്കിങ്ങനെ വാല്യൂസ് കൊടുത്തിട്ട് ഡിറ്റർമിൻ ചെയ്യാവുന്നതാണ്. 1 കൊടുക്കുമ്പോൾ -2 ആണ് കിട്ടുന്നത് അപ്പർ ലിമിറ്റായിട്ട്. 1 കൊടുക്കുമ്പോൾ -2, 2 കൊടുക്കുമ്പോൾ -1. ജനറലായിട്ട് നമുക്ക് t-3 എന്ന് പറയാം. കാരണം 3 കൊടുക്കുമ്പോൾ 0, t-3. അപ്പം tക്ക് 3 കൊടുത്താൽ 3 - 3 0. സോ ഈ രീതിയിൽ നമുക്ക് -2 to, അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ഇൻ്റർവെല്ലിലൂടെ നോക്കിയാൽ മതി, -2 മുതൽ t-3 വരെയാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. സോ വി ക്യാൻ റൈറ്റ് y(t) = ഇൻ്റഗ്രൽ -2 to t-3 x(t) into
എച്ച് ഓഫ് ടി മൈനസ് ടോ. ഇവിടെ എക്സ് ഓഫ് ടോ അല്ലെങ്കിൽ എക്സ് ഓഫ് ടീം എച്ച് ഓഫ് ടീം യു ഫങ്ഷൻസ് ആണ്. സോ നമുക്ക് യു ഫങ്ഷൻസ് വന്നാൽ അറിയാം രണ്ടിൻ്റെ വാല്യൂ 1 ആണ്. സോ വി ക്യാൻ ഇൻറ്റഗ്രേറ്റ് -2 ടു ടി മൈനസ് 3 1 ഇൻറ്റു ഇതും 1 ആണ്, രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. സോ ഡി ടോ ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ -2 ടു 2 1 ടോ എന്ന് പറഞ്ഞാൽ ടോ തന്നെയാണ്. ലിമിറ്റ് -2 മുതൽ ടി മൈനസ് 3 വരെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടി മൈനസ് 3 -2 ദാറ്റ് ഈസ് +2 വിച്ച് ഈസ് ഈക്വൽ ടു ടി മൈനസ് 1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ജനറലി നമുക്ക് എഴുതാം y ഓഫ് ടി ഈക്വൽ ടു 0. y ഓഫ് ടി 0 ആയത് ടി ലെസ് ദാൻ 1ലാണ്, ഈക്വൽ ടു ടി മൈനസ് 1 എന്നൊരു ആൻസർ കിട്ടി. അത് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ലാണ്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 0 ആൻഡ് ടി മൈനസ് 1. കണ്ടീഷൻ ടി ലെസ് ദാൻ 1 ആൻഡ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഈ രീതിയിലാണ് നമ്മൾ ഈ പ്രോബ്ലം അനലൈസ് ചെയ്യുന്നത്. സോ ലിമിറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.